بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين وبعد الله سبحانه وتعالى നമുക്കും നമ്മിൽ നിന്ന് മരണപ്പെട്ട മുഴുവൻ ആളുകൾക്കും അല്ലാഹു ഗഫറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. പരിശുദ്ധമായ റമളാനിനെ അറിയിക്കുന്ന ആദരവോടുകൂടി വരവേൽക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ദുആ കൊണ്ട് ഈ കേസിലുള്ള മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല ഖൈറും ബറക്കത്തും സലാമത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളുടെ ഈമാൻ ദൃഢപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പരലോക വിശ്വാസം. നാളെ അല്ലാഹുവിനെ കണ്ടുമുട്ടാനുണ്ട് എന്ന തിരിച്ചറിവാണ് സത്യവിശ്വാസികളെ അനേകം മോഹങ്ങൾക്കും മോഹനങ്ങൾക്കും ഇടയിൽ അല്ലാഹു നിർണയിച്ച ആ പരിധിക്കകത്ത് നിന്നുകൊണ്ട് മാത്രം ജീവിക്കുവാൻ സത്യവിശ്വാസികളെ പ്രേരിപ്പിക്കുന്നത് നാളെ അല്ലാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരും എന്ന വിശ്വാസമാണ്. അത് വിശ്വാസം മാത്രമല്ല, അത് പ്രതീക്ഷ കൂടിയാണ്. ഈ ഭൂമിയിൽ നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ വിജയത്തോടുകൂടി നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഭൂമിയിലുള്ള നമ്മൾ കാണുന്ന സന്തോഷങ്ങളോ അനുഗ്രഹങ്ങളോ ഒന്നും അവരെ ബാധിക്കുകയില്ല. അവർക്ക് അല്ലാഹുവിലേക്ക് എത്തിച്ചേരുക എന്നത് മാത്രമായിരിക്കും അവരുടെ മുമ്പിലുള്ള താല്പര്യം. എന്തുകൊണ്ടാണ് ഭൂമിയിൽ വിശ്വാസികൾക്കിടയിൽ നിന്ന് അല്ലാഹുവിനോടുള്ള അകലം വർദ്ധിക്കുന്നത്? ആളുകൾ ദീനിൽ നിന്ന് പതുക്കെ പതുക്കെ ചെറിയ അളവിലോ വലിയ അളവിലോ തെന്നി മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ കാരണം എന്താണ്? പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അത് ആളുകൾക്ക് അശ്രദ്ധ ബാധിക്കുന്നത് കൊണ്ടാണ്. വിശ്വാസികൾ അശ്രദ്ധരാണ്. എന്റെ ഈ ജീവിതം കഴിഞ്ഞ് നാളെ അല്ലാഹുവിനെ ഞാൻ കണ്ടുമുട്ടേണ്ടി വരുമെന്ന തിരിച്ചറിവ് പതുക്കെ പതുക്കെ നഷ്ടപ്പെടുമ്പോഴാണ് ഈ ഭൂമിയിലെ സൗകര്യങ്ങളിൽ അവർ ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ വറദൂ ബിൽ ഹയാത്തിദ് ദുനിയ. വിശ്വാസികളുടെ കൂട്ടത്തിൽ നിന്ന് നാളെ നമ്മളെ കണ്ടുമുട്ടുകയില്ല എന്ന് കരുതുന്ന ആളുകൾ വറദൂ ബിൽ ഹയാത്തിദ് ദുനിയ വത്മഅന്നു ബിഹാ, ഈ ഭൗതികമായ നശ്വര ജീവിതത്തിന്റെ ആ സന്തോഷങ്ങളിൽ മാത്രം തൃപ്തിപ്പെടുന്നവർ, അതിൽ മാത്രം സമാധാനം കണ്ടെത്താൻ ശ്രമിക്കുന്ന ആളുകൾ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. ഓരോ സത്യതകളും നമ്മുടെ മുമ്പിലുള്ള ദൃഷ്ടാന്തങ്ങളാണ്. ഇന്നലെ മരണപ്പെട്ടവർ നമുക്ക് മുമ്പിലുള്ള ദൃഷ്ടാന്തമാണ്. ഞാൻ നാളെ മരിക്കുമെന്നതിലേക്കുള്ള തെളിവാണ്. നമ്മുടെ കൂടെ സന്തോഷത്തോടു കൂടി കഴിഞ്ഞിരുന്ന ആളുകൾക്ക് പെട്ടെന്ന് രോഗം വരുന്നു. ആ ആളുകൾ നമുക്കും ദൃഷ്ടാന്തമാണ്. എനിക്കും അല്ലാഹു തആല ഇതുപോലെ കണക്കാക്കുകയില്ലെന്ന് ആര് കണ്ടു? എല്ലാം നമ്മുടെ മുമ്പിലുള്ള ദൃഷ്ടാന്തങ്ങളാണ്. ഒരു നേരത്തെ ശ്വാസോച്ഛ്വാസം നമ്മൾ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എത്രമാത്രം വലിയ പ്രക്രിയയാണ്. ചെറിയ അളവിൽ നമ്മളൊന്ന് വെള്ളം കുടിക്കുന്ന സമയത്ത് അന്നനാളത്തിലൂടെ പോകേണ്ട വെള്ളത്തിന്റെ വഴിയൊന്ന് തെറ്റിയാൽ അത് തലച്ചോറിലേക്ക് കയറി പോകുന്ന, തൽക്ഷണം മരിച്ചു പോകുന്ന ആളുകളുണ്ട്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അല്ലാഹു കുട്ടികൾക്ക് നൽകിയ മുലപ്പാൽ, ഈ അടുത്ത വാർത്ത കണ്ടിരുന്നല്ലോ. മുലപ്പാൽ കുടിച്ച് കുഞ്ഞ് മരണപ്പെട്ടു. മുലപ്പാൽ ധാരാളമായി പുറത്തേക്ക് വന്നുകൊണ്ട് അത് വായി വർദ്ധിക്കുന്നു. കുട്ടിക്ക് കുടിക്കാനാകാതെ അത് തലച്ചോറിലേക്ക് കയറി പോകുന്നു. കുഞ്ഞ് മരണപ്പെടുന്നു. അല്ലാഹുവിന്റെ പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മളെ കാക്കട്ടെ. നമ്മുടെ മുമ്പിൽ ജീവിതത്തിലുള്ള എല്ലാ നിമിഷങ്ങളും നമ്മുടെ മുമ്പിൽ അല്ലാഹു നൽകുന്ന ആയത്തുകളാണ്. പക്ഷെ ഖുർആൻ പറയുകയാണ്, ഇങ്ങനെ ഭൗതിക ജീവിതത്തിന്റെ സന്തോഷങ്ങളിൽ മാത്രം അഭിനയം കണ്ടെത്തുന്ന ആളുകൾ, ഈ പ്രപഞ്ചത്തിലാകമാനം നിറച്ചു വെച്ചു കൊടുത്തിട്ടുള്ള അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് അവർ അശ്രദ്ധരാണ്. അങ്ങനെ അശ്രദ്ധരായാൽ അവർ ചെയ്തു വെച്ച കർമ്മങ്ങൾക്ക് പകരമായി അവർക്ക് ലഭിക്കപ്പെടുന്ന അഭയകേന്ദ്രം നരകമായിരിക്കുന്നത്. ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി അവർ പരലോകത്തെ കുറിച്ചുള്ള ബോധ്യമാണ്, വിശ്വാസമാണ്. ആ വിശ്വാസത്തിന്റെ വീര്യം ഇങ്ങനെ കുറഞ്ഞു പോകുമ്പോഴാണ് നമ്മുടെ രഹസ്യ സന്ദർഭങ്ങളിൽ, രഹസ്യമായും പരസ്യമായും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാത്രം അറിയുന്ന ജീവിതത്തിന്റെ നിമിഷങ്ങളിൽ നമുക്ക് ചെറിയ ചെറിയ പിഴവുകൾ വരുന്നത്. ഇത് ആരും അറിയുന്നില്ലല്ലോ, ഞാനല്ലാതെ ആരും അറിയുന്നില്ലല്ലോ എന്ന ഒരു തോന്നൽ ഉണ്ടാകുന്നത്. അല്ലാഹുവിനെ നാളെ കണ്ടുമുട്ടാൻ നമ്മൾ
ബാധിതപ്പെട്ടവരാണ് എന്ന് തിരിച്ചറിവുണ്ടെങ്കിൽ അവർക്ക് ഈ ഭൂമിയിലൊന്നും പ്രശ്നമല്ല. അതുകൊണ്ടാണ് മഹാന്മാരായ തസവ്വുഫിന്റെ ആലിമീങ്ങൾ പറഞ്ഞത്, നിങ്ങൾ നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷ. പരീക്ഷയ്ക്ക് വേണ്ടിയാണ് വിദ്യാർത്ഥികൾ പഠിക്കാറുള്ളത്. പരീക്ഷയാണ് അവരുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. ആ പരീക്ഷയ്ക്ക് നിങ്ങൾ ഹാജരാകുന്ന നേരത്ത് നിങ്ങളുടെ കയ്യിൽ എന്ത് വിഭവങ്ങളാണുള്ളത്, നിങ്ങളുടെ കയ്യിൽ എന്ത് സാധാരണ നിങ്ങൾ കരുതി വെച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മരണപ്പെടുന്ന നേരത്ത് പോലും മഹാന്മാരായ അല്ലാഹുവിന്റെ ഔലിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും ഒക്കെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നു, അവർക്ക് ഈമാനോടെ പടച്ചറപ്പിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടണം എന്നതാണ് അവരുടെയൊക്കെ മോഹങ്ങൾ ഉണ്ടായിരുന്നത്. മറ്റൊരു താല്പര്യം അവർക്കുണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ അഹബ്ബ ലിഖാ അല്ലാഹി അഹബ്ബ അല്ലാഹു ലിഖാഅഹു. ഒരാൾക്ക് നാളെ അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്നാണ് താല്പര്യമെങ്കിൽ, ഇഷ്ടമെങ്കിൽ, അഹബ്ബ അല്ലാഹു ലിഖാഅഹു, അയാളെ കാണണമെന്ന് അല്ലാഹുവിന് താല്പര്യമുണ്ടാകും. എന്നാൽ മൻ കരിഹ ലിഖാ അല്ലാഹ്, ആർക്കെങ്കിലും അല്ലാഹുവിനെ കണ്ടുമുട്ടൽ താല്പര്യമില്ലാത്ത കാര്യമാണെങ്കിൽ, അതവൻ ഗൗനിക്കുന്നില്ലെങ്കിൽ, കരിഹ അല്ലാഹു ലിഖാഅഹു, അവനെ കാണുന്നതിൽ അല്ലാഹുവിനും വലിയ ഗൗനം ഉണ്ടായിരിക്കുകയില്ല എന്നാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ മുകാശഫത്തുൽ ഖുലൂബിൽ വളരെ ഗൗരവപൂർവ്വം ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സത്യവിശ്വാസികളുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട പ്രഥമവും പ്രധാനവുമായുള്ള ലക്ഷ്യം നാളെ അല്ലാഹുവിന്റെ അത് കണ്ടുമുട്ടാൻ സാധ്യമാവുക എന്നതായിരിക്കണമെന്ന്. അതുകൊണ്ടാണ് മഹാനായ അബുൽ ഹസൻ അസ്ബഹാനി റളിയല്ലാഹു അൻഹു, മഹാനവർകൾ ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. മഹാനവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്, അൽഹാനി ശൗഖു ഇലല്ലാഹ്, അല്ലാഹുവിലേക്കുള്ള ശൗഖ്, അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്ന കൊതി, ആ കൊതി എന്റെ ഹൃദയത്തിൽ വന്നതോടുകൂടി എനിക്ക് പിന്നെ ഭക്ഷണത്തോടോ വെള്ളത്തോടോ ഒന്നും താല്പര്യമില്ല. എനിക്ക് ഒരൊറ്റ കൊതിയാണ്, അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്ന താല്പര്യം മാത്രമാണ്. അങ്ങനെ ജീവിച്ച ആളുകളുണ്ട്. അവരെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്, വല്ലദീന ആമനൂ വശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. വിശ്വാസികളുടെ കൂട്ടത്തിൽ കഠിനമായി അല്ലാഹുവിനോട് മഹബ്ബത്ത് വെക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള മഹബ്ബത്തുള്ളവർക്ക് മാത്രമാണ് ഈമാനിന്റെ മധുരമുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. വിശ്വാസികൾക്ക് പരിശുദ്ധ ഇസ്ലാമിന്റെ ഈമാനിന്റെ കാമ്പിനെ, അതിന്റെ സത്തയെ മുറുകെ പിടിക്കാൻ കഴിയണമെങ്കിൽ വിശുദ്ധ ഖുർആൻ പോലും പറയുന്നത്, ഈ കൂട്ടത്തിൽ നിന്ന് ആളുകളൊക്കെ മുഅ്മിനീങ്ങളൊക്കെ മതം വിട്ടുപോയാൽ എന്നാണ്. അല്ലാഹുവിനോട് മഹബ്ബത്തുള്ള, ഖൽബിൽ ഹുബ്ബും ഷൗഖും അല്ലാഹുവിനെ ലിഖാഇന് താൽപര്യപ്പെടുന്ന ആളുകളെ അല്ലാഹു തആല ഭൂമിയിൽ പകരം കൊണ്ടുവരുമെന്നാണ്. ഈമാനിന്റെ വേരെന്ന് പറയുന്നത് അല്ലാഹുവിനോടുള്ള മഹബ്ബത്തിലാണ്. ആ മഹബ്ബത്തിനെ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി മനസ്സിനെയും ശരീരത്തെയും പാകപ്പെടുത്തിയെടുക്കേണ്ട നിമിഷങ്ങളാണ് നമ്മുടെ മുമ്പിലൂടെ കടന്നു വരുന്നത്. അങ്ങനെ പാകപ്പെടുത്തിയെടുത്തിട്ട് എല്ലാ ഖറകളും നീക്കിയ ഇബാദത്തിന് വേണ്ടി സജ്ജമായ ശരീരത്തോടുകൂടി, അതിനുവേണ്ടി തയ്യാറാക്കപ്പെട്ട ആത്മാവോടുകൂടി, ആത്മാവിലേക്ക് ഇന്ധനങ്ങൾ നിറച്ചു വെച്ചിട്ടായിരിക്കണം റമദാനിൽ നമ്മൾ വരവേൽക്കേണ്ടത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങളൊക്കെ അറിഞ്ഞതുപോലെ തന്നെ നമ്മുടെ മഹലിലെ മേലെപ്പറമ്പിൽ പുനർനിർമ്മിക്കപ്പെട്ട മനോഹരമായ പള്ളിയുടെ ഉദ്ഘാടനം ഇൻഷാ അല്ലാഹ് ഈ 2024 മാർച്ച് 7 അടുത്ത വ്യാഴാഴ്ച അസർ നമസ്കാരത്തിന് നേതൃത്വം നൽകി പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുകയാണ്. നമുക്കറിയാം, ആ പ്രദേശത്ത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മദ്രസ വളരെ മനോഹരമായി സ്ഥാപിക്കപ്പെടുകയുണ്ടായി. വളരെ നല്ല ഇമാറത്തോടു കൂടി നടക്കുന്ന ഒരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളിയെ വളരെ മനോഹരമായ ഒരു പള്ളിയാക്കി ഇപ്പോൾ പുനർനിർമ്മിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകളുടെ വലിയ വലിയ സഹായങ്ങൾ അതിന്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട്. ശരീരം കൊണ്ട് സഹായിച്ചവരുണ്ട്. ആ പള്ളിയുടെ നിർമ്മാണത്തിനു വേണ്ടി സഹായിച്ച അറബിയെ അതിന് നമ്മുടെ നാടിന് പരിചയപ്പെടുത്തി കൊടുക്കുകയും ഒക്കെ ചെയ്ത ആളുകളുണ്ട്. ഒരുപാട് ആളുകളുടെ സ്നേഹത്തിന്റെയും കൂട്ടായ്മയുടെയും ഫലമായി മനോഹരമായി നമ്മുടെ പള്ളി നിർമ്മിക്കപ്പെട്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വ്യാഴാഴ്ച അസർ നമസ്കാരത്തിന് നമ്മളെല്ലാവരും പങ്കെടുത്തുകൊണ്ട് നമുക്ക് ആ പള്ളി ഉദ്ഘാടനത്തെ വളരെ മനോഹരമാക്കി മാറ്റിയെടുക്കണം. ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ പള്ളിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. അതുപോലെ ബഹുമാനപ്പെട്ട സംസ്ഥയുടെ കേന്ദ്ര മുഷാവറ അംഗം മുസ്തഫൽ ഫൈസി ഉസ്താദ്, അതുപോലെ ആദരണീയനായ സയ്യിദ് ASK തങ്ങൾ തുടങ്ങിയ മഹാന്മാരായ നേതാക്കന്മാരും സദസ്സുകളും ഒക്കെ ഉണ്ടായിരിക്കും. മഗ്‌രിബിന് ശേഷം ഇൻഷാ അല്ലാഹ് മജ്‌ലിസുൻ നൂറുണ്ട്. ആ മജ്‌ലിസുൻ നൂറിൽ നേതൃത്വം നൽകി നസീഹത്ത് നൽകുന്നത് ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ ഹുദവി ഉസ്താദ് അവர்களാണ്. അങ്ങനെ തുടങ്ങി പ്രധാനപ്പെട്ട ഉസ്താദുമാരും പണ്ഡിതന്മാരും ഒക്കെ പങ്കെടുക്കുന്ന വേദിയാണ്. റമദാനിന് മുമ്പ് നമ്മുടെ മഹലിൽ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് കൂടിയാണ്. എല്ലാ ആളുകളും അതിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.